കൊച്ചുപോലെ നഗരത്തിൽ ഫുഡ് ഡെലിവറി, ഹോം ഡെലിവറി ആപ്പുകൾ വളരെ സജീവമാണ്. സ്വിഗ്ഗി, സൊമാറ്റോ, ഇൻസ്റ്റാമാർട്ട് തുടങ്ങിയ ആപ്പുകൾ ഡെലിവറി ചെയ്യുന്ന എല്ലാവരും അല്ല, ചില ആളുകൾ. പോലീസ് ഇന്റലിജൻസിന്റെ വിവരമനുസരിച്ച് ചില ആളുകൾ ഈ മയക്കുമരുന്ന് കൂടി ഇതിനോടൊപ്പം വിതരണം ചെയ്ത് കാശുണ്ടാക്കുന്നു എന്നുള്ള പരാതി കേരള പോലീസിൽ ലഭിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ അവർക്ക് താക്കീത് ഞാൻ കൊടുത്തിരുന്നു. നിങ്ങൾ ഈ ഫുഡ് ഡെലിവറി നടത്തുന്ന ആളുകളിൽ നിന്ന് പിന്മാറണം. കുറച്ചുപേർ പിന്മാറിയിട്ടുണ്ട്, കുറച്ചുപേർ ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട്. ആ പിന്മാറാത്ത ആളുകളുടെ കൈകളിൽ വിലങ്ങ് വീഴുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഉടനെ നിർത്തിക്കൊള്ളണം. നിങ്ങൾ നിർത്തുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് നിയമത്തിന്റെ കൈകൾ നിങ്ങളെ തേടി എത്തുമെന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പോലീസ് ആ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. വെറുതെ പോലീസ് സ്റ്റേഷനിൽ ലോക്കപ്പിൽ കിടക്കാനുള്ള അവസരം അവർ ഉണ്ടാക്കുന്നത്. നിങ്ങൾ ദയവായി ഇത്തരം ഇതൊരു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമാണ്, ഇത് അവസാനിപ്പിക്കണം. നമ്മുടെ തലമുറയെ രക്ഷിക്കണം. ഭാവി തലമുറയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള മഹാദൗത്യമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. അത് ഒരുമിച്ച് ചേരണം. ഒരു തലമുറയുടെ ഫ്യൂച്ചർ വെച്ചുകൊണ്ടുള്ള കാര്യത്തിന് പൊളിറ്റിക്സ് ഇല്ല, റെക്കമെൻഡേഷൻ ഇല്ല, വിട്ടുവീഴ്ച ഇല്ല. ആര് ചെയ്താലും, ആര് മയക്കുമരുന്ന് വിറ്റാലും ഉപയോഗിച്ചാലും അവരെ തേടി പോലീസ് എത്തും. കേരള പോലീസ് കേരളത്തിന്റെ കാവലാളായി പ്രവർത്തിക്കുമെന്ന ഉറപ്പ് ഞാൻ ഈ സെന്റ് തെരേസ സ്കൂളിൽ വെച്ച് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. നമുക്ക് ഒരു സീറോ കോംപ്രമൈസ് അപ്രോച്ചാണ് ഈ കാര്യത്തിൽ നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ട അധ്യാപകരോട്, രക്ഷകർത്താക്കളോട്, വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നൊരു പോരാട്ടം നടത്തണം. ഇന്നലെ 18 കോടി രൂപയുടെ മയക്കുമരുന്ന് എറണാകുളത്തു നിന്നാണ്, എറണാകുളം ജില്ലയിൽ നിന്ന് പെരുമ്പാവൂരിൽ ഉണ്ടായിരുന്ന ഒരാളുടെ കയ്യിൽ 18 കോടി രൂപ വില വരുന്ന ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള ലഹരി പദാർത്ഥങ്ങൾ എറണാകുളം പോലീസ് പിടിച്ചെടുക്കുകയുണ്ടായി. നിങ്ങൾ ആലോചിക്കുന്നത് എത്ര വലിയ തോതിലുള്ള വ്യാപനമാണ് ഈ മയക്കുമരുന്ന് കേരളത്തിൽ ഉണ്ടാകുന്നത്. ഒരാളുകളെയും വെറുതെ വിടില്ല. മയക്കുമരുന്ന് വിറ്റ് കാശുണ്ടാക്കുന്ന ആളുകൾ കേരളത്തിന്റെ അതിർത്തി വിട്ട് പോകണം. ശക്തമായ നടപടി ഉണ്ടാകും. നമ്മുടെ ലക്ഷ്യം മയക്കുമരുന്നില്ലാത്ത ഒരു കേരളമാണ്. അതിനെല്ലാവരുടെയും സഹായം തേടുന്നു. ഇതിനകത്ത് ഒരു തരത്തിലുള്ള രാഷ്ട്രീയമോ മറ്റ് വിഭാഗീയതകളോ ഇല്ല. കേരള പോലീസ് എല്ലാവരുടെയും സഹായം തേടുന്നു.